അധികം ആരും വരാത്ത വഴിയായത്. ശരിയാ, അതുകൊണ്ട് അധികം ആരെയും കാണാത്തത്. ഇതിന്റെ അപ്പുറത്ത് എന്താണാവോ? ഏ ഹായ്, അയ്യടാ, നല്ല ഭംഗിയുള്ള സ്ഥലം. പ്രകൃതി സുന്ദരമായ സ്ഥലം. പുൽമേട്, കുളം, ആമ്പൽപ്പൂവ്. സൂത്ര, ആമ്പൽപ്പൂവ് വെള്ളത്തിലായത് നന്നായി, അല്ലെങ്കിൽ ആരെങ്കിലും പറിച്ചോണ്ട് പോയേനെ. ഈ പുൽമേട്ടിൽ ഇങ്ങനെ കിടന്നുരുളാൻ എന്ത് രസം. ഹായ്, ഞാനും ഉരുളാം. പുല്ല് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ചാടി കളിക്കാം. ഞാനും ചാടാം. ഹായ് ഹായ്. ഹോ, തളർന്നു. നോ പ്രോബ്ലം, കുളമുണ്ടല്ലോ, വെള്ളം കുടിക്കാം. എടോ, ഒരു ഐഡിയ. നീ പുല്ലിൽ ഉരുളാമെന്നല്ലേ? അല്ല, ഇവിടേക്ക് വിനോദസഞ്ചാരത്തിന് എല്ലാവരെയും എത്തിക്കണം. വിനോദ എന്ന് വെച്ചാൽ ടൂർ തന്നെ. ഇങ്ങനൊരു സ്ഥലം ഇത്ര അടുത്തുണ്ടായിട്ടും നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ. ശരിയാ, ഇത്ര വികൃതി സുന്ദരമല്ല, പ്രകൃതി സുന്ദരം. ഈ സ്ഥലം കണ്ടുപിടിച്ചത് നമ്മളാണെന്ന് ഇവിടെ എഴുതി വെക്കാം. അപ്പൊ നമുക്കൊരു പേരുമാവും. ശരിയാ, ഈ പേര് ബോറടിച്ചു. സൂത്രൻസ് പുൽമേട്. വരൂ, പുല്ലിൽ ഉരുണ്ട് കളിക്കാം, ചാടിക്കളിക്കാം. ആദ്യം കടിയനെ വിളിച്ചോണ്ട് വരാം, ചുമ്മാ സന്തോഷിപ്പിക്കാൻ. ചേട്ടന്റെ കാൽ പതിയുന്നത് ആ പുല്ലിന് പോലും ഗമയാ. എന്താടോ ഇത്? 4-5 ആനകൾ വിനോദ സഞ്ചരിച്ചു വന്നതാ. ഉരുണ്ട് കളിയും വെള്ളം കുടിയും കഴിഞ്ഞപ്പോ ദേ ഇങ്ങനായി.